കഠിനമായ വെയിൽ എത്രത്തോളം കിട്ടുന്നുവോ അത്രത്തോളം പൂക്കൾ നമ്മളുടെ ബൊഗെയിൻവില്ലയിൽ ഉണ്ടാകും. പക്ഷേ ബൊഗെയിൻവില്ലയിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുമ്പോഴും ഈ കഠിനമായ വെയിലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ചെറിയൊരു അശ്രദ്ധ മാത്രം മതി നമ്മളുടെ ചെടി നശിച്ചു പോവാനായിട്ട്. അപ്പോൾ ഈ ഒരു കടുത്ത വെയിലിലും നമ്മളുടെ ബൊഗെയിൻവില്ലയെ സംരക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ആദ്യത്തെ കാര്യം, ബൊഗെയിൻവില്ലയ്ക്ക് നല്ല വെയിൽ ആവശ്യമാണ്. പക്ഷേ നമ്മൾ വെള്ളം എങ്ങനെയാണ് കൊടുക്കേണ്ടത്? പൂക്കൾ ഉണ്ടാവാനായിട്ട് 6-8 മണിക്കൂർ തുടർച്ചയായി കിട്ടുന്ന വെയിൽ നമ്മുടെ ബൊഗെയിൻവില്ലയ്ക്ക് ആവശ്യമാണ്. അതിനനുസരിച്ച് വെള്ളം കൂടുതൽ കൊടുത്താലോ നമ്മൾക്ക് ഇലകൾ മാത്രമാണ് ഉണ്ടാവുക, പൂക്കൾ കുറവായിരിക്കും. അതായത് മണ്ണ് ഉണങ്ങിയ ശേഷം മാത്രം നമ്മൾ ചെടി നനച്ചു കൊടുക്കുക. മണ്ണ് നന്നായി ഉണങ്ങി ഇലകൾ ചെറുതായി വാടിത്തുടങ്ങുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചെടികൾക്ക് വെള്ളം കൊടുക്കേണ്ടത്. അതായത് ചെടികൾക്ക് ഈ ഒരു സ്ട്രെസ് അനുഭവപ്പെടുമ്പോഴാണ് അവർക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്. പക്ഷേ വേനലായതുകൊണ്ട് ചെടി കരിഞ്ഞു പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ചെടിച്ചട്ടിയിൽ ഒന്ന് വിരൽ തൊട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം നനവ് അതിലുണ്ട് എന്നുള്ളത്. അതിനനുസരിച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതി കേട്ടോ. ഇലകളിൽ ചെറുതായിട്ട് ഒരു വാട്ടം വരുമ്പോൾ മാത്രം കൊടുക്കുക. വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ബൊഗെയിൻവില്ല വെക്കേണ്ടത്. അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ നന്നായിട്ട് കൊള്ളുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നല്ല രീതിക്ക് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അടുത്തതാണ് പ്രൂണിങ്. ബൊഗെയിൻവില്ലയ്ക്ക് ഹാർഡ് പ്രൂണിങ്ങും സോഫ്റ്റ് പ്രൂണിങ്ങും ആവശ്യമാണ്. പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു കൊമ്പ് ചെറിയ രീതിയിൽ വെട്ടി നിർത്താനായിട്ട് ശ്രമിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് പുതിയ പുതിയ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹാർഡ് പ്രൂണിങ് നമ്മൾ ചെയ്യേണ്ടത് മഴക്കാലത്തിന് തൊട്ടു മുന്നെയാണ്. രണ്ടാമത്തെ പ്രൂണിങ് സാധാരണയായി ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വർഷത്തിൽ 2 തവണയാണ് ഹാർഡ് പ്രൂണിങ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രം കട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ കൊമ്പ് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മഴക്കാലത്ത് ഹാർഡ് പ്രൂണിങ് ഒഴിവാക്കുക. കാരണം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് വെള്ളം കയറി അവിടം ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വെട്ടിക്കൊടുത്ത ഭാഗം ഒന്ന് ഉണങ്ങാനുള്ളൊരു സമയം കിട്ടണം. അതുകൊണ്ട് മഴക്കാലത്തെ പ്രൂണിങ് ഒഴിവാക്കുക. കൊമ്പുകളുടെ അഗ്രഭാഗം മാത്രം വെട്ടുന്നതിനെയാണ് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. അതായത് കൂടുതൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഹാർഡ് പ്രൂണിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതായിട്ട് കൊമ്പുകൾ വെട്ടിമാറ്റുന്നതിനെയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ബൊഗെയിൻവില്ലയ്ക്ക് നല്ലൊരു ഷേപ്പ് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിച്ച് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത ഭാഗത്ത് വെള്ളം നിറഞ്ഞ് അത് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി കട്ട് ചെയ്ത ഭാഗത്ത് ചെറിയ രീതിയിൽ മഞ്ഞൾപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫംഗിസൈഡോ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രികയ്ക്കുമുണ്ട് പ്രാധാന്യം. തുരുമ്പൊന്നുമില്ലാത്ത നല്ല ഷാർപ്പായിട്ടുള്ള കത്രിക തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ബൊഗെയിൻവില്ലയിൽ ഇപ്പോൾ കുറച്ച് പൂക്കൾ കുറവാണ് കേട്ടോ. കാരണം കറക്റ്റായിട്ട് വളം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അതേപോലെ പ്രൂൺ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുമുണ്ട്. ചില ബൊഗെയിൻവില്ലാസ് നമ്മൾ കണ്ടിട്ടില്ലേ, അതിങ്ങനെ ഉണങ്ങി പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ഇത് കണ്ടോ, കംപ്ലീറ്റ്ലി ഇതേപോലെ ഉണങ്ങി നിൽക്കും കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നിടത്തോളം അങ്ങനെ തന്നെ അത് നിൽക്കും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കുറച്ചും കൂടി വൈകിയത് പൂക്കൾ ഉണ്ടാവാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. വെയിലായതുകൊണ്ട് തന്നെ ഇതേപോലെ ഉണങ്ങിയ ഇലകൾ ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതേപോലെ ഈർപ്പം അവിടെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഇലകൾ മണ്ണിൽ അഴുകിച്ചേരുമ്പോൾ അത് നല്ലൊരു വളമായി മാറുകയും ചെയ്യും. ഇങ്ങനെ ഇലകൾ ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെയാണോ വീണിരിക്കുന്നത് എന്ന് തന്നെ നോക്കുക. ഇലകളിലെ മുകളിലോ ഒന്നും കിടക്കരുത് കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്ത ബൊഗെയിൻവില്ലയ്ക്ക് നല്ല വളങ്ങൾ ആവശ്യമാണ്. ഇത് കപ്പലണ്ടി പിണ്ണാക്കും എല്ലുപൊടിയും എല്ലാം കൂടി ചേർന്ന ഒരു മിശ്രിതമാണ്. ഞാൻ ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. ഇതൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി അടുത്തതായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. ഇതാ ഇത്രത്തോളം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ തന്നെ നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇനി ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് എടുക്കുകയുള്ളൂ. ഇത് നല്ലൊരു വളമാണ് നമ്മളുടെ ചെടികൾക്ക്. ഇതിൻ്റെ ചേർത്ത് കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിൽ നിന്നും എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി വെള്ളം നമ്മൾ ചേർത്തിട്ട് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഉണ്ടാകും. ഇതിൽ ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയത് കൊണ്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി നേടാനും ചെടികളെ ഇത് സഹായിക്കുന്നുണ്ട്. വളം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടിക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ. അധികം വെള്ളം ചേർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചെടികളുടെ വേര് തന്നെ നശിച്ചു പോകാൻ ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പുളിപ്പിച്ച വെള്ളം മൊത്തത്തിൽ കലക്കിയെടുക്കാണ്ട് മേളിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന വെള്ളം ഉണ്ടാവും. അതായത് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തെളിഞ്ഞു വരുന്ന വെള്ളം, ആ വെള്ളം മാത്രം എടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് ചെടികൾക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലുപൊടി ഇതേപോലെ ചെടികളിലേക്ക് ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി നമ്മൾ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം അധികം വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ് ബൊഗേൻവില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ പൂക്കളിൽ നേരിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൂക്കൾ പെട്ടെന്ന് കളർ മങ്ങി ആ പൂക്കൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. മഴക്കാലത്തൊക്കെ അതുകൊണ്ടാണ് ബൊഗേൻവില്ലാസ് നമ്മൾ മാറ്റി വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഇലകളിലും കൂടി ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ വേനൽക്കാലത്ത് വളരെ നല്ലതാണ്. പൂക്കളിൽ നമ്മൾ വെള്ളം ഒഴിക്കുമെങ്കിലും വളരെ കുറച്ചു മാത്രം, അതായത് ജസ്റ്റ് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നനയ്ക്കുന്ന സമയവും പ്രാധാന്യമുള്ളതാണ്. 7 മണിക്ക് മുൻപോ വൈകുന്നേരം 4 മണിക്ക് ശേഷമോ നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ച സമയത്തുള്ള കടുത്ത വെയിലിൽ ചെടികൾ ഒരിക്കലും നനയ്ക്കരുത്. ചെടികളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഉച്ച സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇതേപോലെ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഇലകളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഇലകളിൽ തന്നെ ആകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് അവിടെ ഇവിടെ വീഴുന്ന രീതിയിൽ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ചെറുതായി വെള്ളത്തിൽ നിൽക്കുന്ന ബൊഗേൻവില്ലയെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. കാരണം വേറൊന്നുമല്ല, അത്രയ്ക്കും വെയിലത്താണല്ലോ അവരും നിൽക്കുന്നത്. പുളിപ്പിക്കാൻ വെക്കുന്നതിൻ്റെ കൂടെ അല്പം വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചെടികളിൽ ഉണ്ടാവുന്ന വേരിലെ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാണ്. ഞാൻ ചേർത്ത വെള്ളത്തിൽ വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ബൊഗേൻവില്ല പൂക്കൾക്ക് നല്ല കളറായിരിക്കും കേട്ടോ. അതേപോലെ ചാരം വിതറുന്നതും വളരെ നല്ലതാണ്. മഗ്നീഷ്യം സൾഫേറ്റ് പൂക്കൾക്ക് നല്ല കളർ കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ എപ്സം സോൾട്ടും ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എങ്കിലും ഈ ചൂടുള്ള കാലാവസ്ഥയിൽ രാസവളങ്ങളെക്കാൾ നല്ലത് ജൈവവളമാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ അതേപോലെ പച്ചക്കറിയുടെ സ്ലറിയോ പഴത്തൊലി ഇട്ട വെള്ളമോ ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മളുടെ ചെടികൾക്ക്. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീട്ടിലെ ബൊഗേൻവില്ലയുടെ പരിചരണ രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.